നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് നാളുകളായി മമതാ ബാനർജിയുടെ പ്രവർത്തനങ്ങളും ഇടപെടലുകളും ഒക്കെ വലിയ രീതിയിൽ ചർച്ചയാവുന്നുണ്ട്. ഇന്നലെ മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം ഉണ്ടായി. വക്കീൽ കുപ്പായമണിഞ്ഞ് മമതാ ബാനർജി കോടതിയിലേക്ക് എത്തി. എന്നാൽ ഇത് വലിയ കുരുക്കിലേക്ക് പോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൊൽക്കത്ത ഹൈക്കോടതിയിൽ ഇന്നലെ അരങ്ങേറിയത് അസാധാരണമായ സംഭവമായിരുന്നു. ഇതിന് പിന്നാലെ തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷ മമതാ ബാനർജിക്കെതിരെ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ വീണ്ടും രംഗത്ത് വന്നു. വക്കീൽ കുപ്പായമണിഞ്ഞ് കോടതിയിലെത്തി നടത്തിയ പ്രകടനമാണ് മമതയ്ക്ക് തിരിച്ചടിയായിരിക്കുന്നത്. മമതയുടെ അഭിഭാഷക വേഷത്തെക്കുറിച്ചും കോടതിയിൽ വന്നതിനെക്കുറിച്ചും ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ വിശദീകരണം തേടിയിട്ടുണ്ട്. അവരുടെ എൻറോൾമെന്റ് സ്റ്റാറ്റസ് പരിശോധിക്കാനും BCI ഉത്തരവിട്ടു. ഭരണഘടനാ പദവികൾ ഒഴിഞ്ഞ ശേഷം പ്രാക്ടീസ് വീണ്ടും തുടങ്ങാനായി മമതാ ബാനർജി ബാർ കൗൺസിലിന് അപേക്ഷ നൽകുകയും അത് അംഗീകരിക്കുകയും ചെയ്തിരുന്നോ എന്ന കാര്യത്തിലും അന്വേഷണത്തിന് ഉത്തരവിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അഡ്വക്കേറ്റ് ആക്ട് അനുസരിച്ച് ഒരു വ്യക്തി ഭരണഘടനാ പദവികളോ മറ്റ് ശമ്പളമുള്ള ജോലികളോ വഹിക്കുമ്പോൾ അവരുടെ അഭിഭാഷക ലൈസൻസ് താൽക്കാലികമായി സസ്പെൻഡ് ചെയ്യപ്പെടണം. പ്രാക്ടീസ് വീണ്ടും തുടങ്ങണമെങ്കിൽ ബാർ കൗൺസിലിന്റെ അനുമതി ആവശ്യമാണ്. ഈ നടപടിക്രമങ്ങൾ പാലിക്കാതെ ഗൗൺ ധരിച്ച് കോടതിയിൽ ഹാജരായത് ചട്ടലംഘനമാകുമോ എന്നാണ് BCI പരിശോധിക്കുന്നത്. 2 ദിവസത്തിനകം റിപ്പോർട്ട് നൽകാനാണ് പശ്ചിമ ബംഗാൾ ബാർ കൗൺസിലിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെയുണ്ടായ അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട കേസിൽ വാദിക്കാനായാണ് മമതാ ബാനർജി അഭിഭാഷകയുടെ ഗൗണും ബാൻഡും ധരിച്ച് നേരിട്ട് കോടതിയിൽ ഹാജരായത്. ചീഫ് ജസ്റ്റിസ് സുജോയ് പോൾ, ജസ്റ്റിസ് പാർത്ഥസാരഥി സെൻ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചിന് മുമ്പാകെ മമത ഹാജരാവുകയായിരുന്നു. കല്യാൺ ബാനർജിയുടെ മകൻ ശീർഷണ്യ ബന്ദോപാധ്യായ നൽകിയ ഹർജിയിൽ വാദിക്കാനായാണ് താൻ എത്തിയതെന്ന് അവർ കോടതിയെ അറിയിച്ചു. മമതയുടെ എൻറോൾമെന്റ് നമ്പറും തീയതിയും ഹാജരാക്കണമെന്ന് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ നിർദ്ദേശിച്ചിട്ടുണ്ട്. 2011 മുതൽ 2026 വരെ മുഖ്യമന്ത്രിയായിരുന്ന കാലയളവിൽ അവർ തന്റെ അഭിഭാഷക ലൈസൻസ് ഔദ്യോഗികമായി സസ്പെൻഡ് ചെയ്തിരുന്നു എന്നുള്ള കാര്യവും ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ അന്വേഷിക്കും. മമതയുമായി ബന്ധപ്പെട്ട് എൻറോൾമെന്റ് രജിസ്റ്ററുകളിലോ മറ്റു രേഖകളിലോ യാതൊരുവിധ മാറ്റങ്ങളും തിരുത്തലുകളും വരുത്തരുത് എന്നും BCI കർശന നിർദ്ദേശം നൽകി കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെയും സുപ്രീം കോടതിയിൽ ഇത്തരത്തിൽ മമതാ ബാനർജി ഹാജരായത് വലിയ ചർച്ചകൾക്ക് വഴിതെളിച്ചിരുന്നു. അന്ന് സർക്കാർ അഭിഭാഷകരുള്ളപ്പോൾ എന്തിനാണ് മമതാ ബാനർജി വന്നത് എന്ന് ഒരുപക്ഷെ കോടതി ചോദിക്കുന്ന ഘട്ടം പോലും എത്തി. എന്നിട്ടും യാതൊരു മാറ്റവും കൂടാതെ യാതൊരു ഉടുപ്പുമില്ലാതെ വീണ്ടും കോടതിയിലേക്ക് എത്തിയതാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത്. ഏതായാലും അങ്ങോട്ട് പോയി ഇരുന്ന് വാങ്ങിച്ചിരിക്കുകയാണ് പണി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യാതൊരു കാരണവും കൂടാതെ യഥാർത്ഥത്തിൽ രേഖകൾ പോലും കൃത്യമാക്കാതെ കോടതിയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അത് ഗുരുതരമായ വീഴ്ചയാണ്. അതിനെതിരെ കോടതി രംഗത്ത് വരുമെന്ന് തന്നെയാണ് ജനങ്ങളും പ്രതീക്ഷിക്കുന്നത്. നേരത്തെയും ഇത്തരത്തിൽ വക്കീൽ കുപ്പായം അണിഞ്ഞ് എത്തിയിരുന്നെങ്കിലും അതും ചർച്ചാ വിഷയമാകും എന്ന കാര്യത്തിലും സംശയമില്ല.